പ്രിയമുള്ളവരെ, വചനജ്വാല 1774 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 10 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 48-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. നാളത്തോടുകൂടി എസെക്കിയേലിന്റെ പുസ്തകം അവസാനിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകത്തിന് മൊത്തം 48 അധ്യായങ്ങളാണുള്ളത്. ആകെ 1 മുതൽ 35 വരെയുള്ള തിരുവാക്യങ്ങളിലെ ഇന്ന് നാം 18 തിരുവാക്യമാണ് ശ്രവിക്കുക. ഗോത്രങ്ങളുടെ ഓഹരി. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്: വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്ലോൻ വഴി ഹമാത്തിന്റെ കവാടം വരെയും, ഹമാത്തിന് നേരെ ദമാസ്കസിന്റെ വടക്ക് അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാനാണ് ഒരു ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിന്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് മനാസായുടെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിന്റെ അവകാശം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂബന്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂദായുടെ ഓഹരി, വിശുദ്ധ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിന്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവെക്കുന്ന ഒരു ഭാഗം. അതിനു മധ്യേയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥലത്തിന്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും ആയിരിക്കണം. വിശുദ്ധ ഓഹരിയായി നീക്കിവെക്കേണ്ടത് ഇവയാണ്: വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും, കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവെക്കണം. അതിന്റെ മധ്യത്തിലായിരിക്കണം കർത്താവിന്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എന്റെ ആലയത്തിന്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ സാദോക്കിന്റെ പുത്രന്മാർക്കുള്ളതാണ് ഇത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഒരു ഓഹരി ലേവ്യർക്കുമുണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവർ അത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിന്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്. നഗരം അതിന്റെ മധ്യത്തിലായിരിക്കണം. അതിന്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 4,500 മുഴം വീതം. നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം. വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധ ഓഹരിയുടെ അരികോട് ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും 10,000 മുഴം വീതമായിരിക്കണം.
ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിധവയായ ഒരു അമ്മയും 7 മക്കളുമാണ് നാം ഇന്ന് അനുസ്മരിക്കുക. റോമായിൽ വിധവയായ ഫെലിച്ചിത്താസും 7 മക്കളും ജീവിച്ചിരുന്നു. ഭർത്താവിന്റെ മരണശേഷം തന്റെ മക്കളെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും വളർത്തി. ഇവരുടെ സന്മാർദ്ദത കണ്ട് പല വിജാതീയരും ക്രിസ്ത്യാനികളായി. ഇത് വിജാതീയ പുരോഹിതരെ പ്രകോപിപ്പിക്കുകയും ഇവരെ വിജാതീയ ദേവന്മാരെ ആരാധിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. മധുരവാഗ്ദാനങ്ങൾ ഫലിക്കാതായപ്പോൾ എല്ലാവരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ഇവർ സമ്മതിച്ചില്ല. ഓരോരുത്തരെയും മാറി മാറി വിളിച്ച് ഉപദേശിച്ചിട്ടും സമ്മതിക്കാതെ മൂത്ത മകൻ ജാനുവാരിയോസിനെ അടിച്ചു കൊന്നു. ഫെലിക്സിനെയും ഫിലിപ്പിനെയും ഗദ കൊണ്ട് സിൽവാനോസിനെ കുന്നിൽ നിന്ന് തള്ളിയിട്ടു. 4 മാസം കഴിഞ്ഞ് അലക്സാണ്ടർ, വെറ്റാലിസ്, മാർഷ്യാലസ് എന്നിവരെയും തലവെട്ടി. 4 മാസം കഴിഞ്ഞ് അമ്മയുടെയും തലവെട്ടുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ധീര രക്തസാക്ഷികളായ അമ്മയായ വിശുദ്ധ ഫെലിച്ചിത്താസിന്റെയും 7 മക്കളുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.